നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. കോട്ടയം പനച്ചിക്കാട്ട് പിക്കപ്പ് വാൻ ഡ്രൈവറെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസ്. പിക്കപ്പ് വാൻ ഉടമയും ഭാര്യയും മകനും അറസ്റ്റിൽ. ക്രൂരമർദ്ദനത്തിന് കാരണം സാമ്പത്തിക തർക്കം. റമദാൻ വ്രതത്തിന് സമാപനം. ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. പള്ളികളിലും ഈദ്ഗാഹുകളിലും നമസ്കാരത്തിൽ പങ്കെടുത്ത് വിശ്വാസികൾ. പാമ്പാടി പഞ്ചായത്ത് ഇനി മാലിന്യമുക്തം. പഞ്ചായത്ത് തല പ്രഖ്യാപനം നടന്നു. കടപ്പാട്ടൂരിന് ഉത്സവ ദിനങ്ങൾ. കടപ്പാട്ടൂർ മഹാദേവ ക്ഷേത്രത്തിൽ തിരുവുത്സവത്തിന് കൊടിയേറ്റ് തൊഴുത് ആയിരങ്ങൾ. വാർത്തകൾ വിശദമായി. കോട്ടയം പനച്ചിക്കാട്ട് വീട്ടിലെത്തിയ പിക്കപ്പ് വാൻ ഡ്രൈവറെ വാനിന്റെ ഉടമയും മകനും ചേർന്ന് ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ കൊലപാതക ശ്രമത്തിന് ഉടമയും മകനും ഭാര്യയും അറസ്റ്റിലായി. പണം സംബന്ധിച്ച തർക്കമാണ് മർദ്ദനത്തിൽ കലാശിച്ചത്. മർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നിരുന്നു. കോട്ടയം പനച്ചിക്കാട് നെല്ലിക്കലിൽ വീട്ടിലെത്തിയ പിക്കപ്പ് ഡ്രൈവറെ പിക്കപ്പ് വാൻ ഉടമയും മകനും ക്രൂരമായി മർദ്ദിക്കുകയും കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്ത സംഭവത്തിൽ ഉടമയും മകനും ഭാര്യയും അറസ്റ്റിൽ. പനച്ചിക്കാട് കുഴിമറ്റം വലിയ വീട്ടിൽ കരോട്ട് വീട്ടിൽ സുഭാഷ്, ഭാര്യ ശോഭാകുമാരി, മകൻ സൗരവ് സുഭാഷ് എന്നിവരെയാണ് ചിങ്ങവനം SHO അനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. പരുത്തുംപാറ കുഴിമറ്റം ചാത്തന്മേൽ പൂവത്ത് വീട്ടിൽ അജീഷ് മോഹനെയാണ് ഇവർ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ അജീഷ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു കേസിനാസ്പദമായ സംഭവം. തർക്കം പരിഹരിക്കാമെന്ന് പറഞ്ഞ് വീട്ടിൽ വിളിച്ചു വരുത്തിയ ശേഷം അജീഷിനെ പ്രതികൾ ആക്രമിക്കുകയായിരുന്നു. പണം സംബന്ധിച്ചുള്ള തർക്കത്തെ തുടർന്നാണ് ആക്രമണം ഉണ്ടായതെന്ന് പോലീസ് പറഞ്ഞു. പ്രതികളെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി. ന്യൂസ് ബ്യൂറോ, കോട്ടയം. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശവുമായി ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. പള്ളികളിലും ഈദ്ഗാഹുകളിലും നടന്ന നമസ്കാരത്തിൽ വിശ്വാസികൾ ഒത്തുചേർന്നു. ഇത്തവണ റമദാൻ 29 പൂർത്തിയാക്കിയാണ് ഇസ്ലാം മത വിശ്വാസികൾ ചെറിയ പെരുന്നാൾ അഥവാ ഈദുൽ ഫിത്തർ ആഘോഷിച്ചത്. ഒരു മാസം നീണ്ട വ്രതാനുഷ്ഠാനത്തിന് പരിസമാപ്തി കുറിച്ചുള്ളതാണ് ഈദുൽ ഫിത്തർ ആഘോഷം. ശവ്വാൽ മാസപ്പിറ കണ്ടതോടെ ഇന്നലെ വൈകിട്ട് പള്ളികളിൽ നിന്നും തക്ബീർ ധ്വനികൾ ഉയർന്നു. രാവിലെ പെരുന്നാൾ നമസ്കാരത്തിന് മുൻപ് ഫിത്തർ സക്കാത്ത് വിതരണവും പൂർത്തിയായി. പുത്തനുടുപ്പുകൾ അണിഞ്ഞ് വിശ്വാസികൾ ഈദ്ഗാഹുകളിലും പള്ളികളിലും പെരുന്നാൾ നമസ്കാരത്തിനായി ഒത്തുചേർന്നു. കുടുംബ സുഹൃത്ത് ബന്ധങ്ങൾ പുതുക്കാനും സ്നേഹം പങ്കുവയ്ക്കാനുമുള്ള അവസരം കൂടിയാണ് ചെറിയ പെരുന്നാൾ ആഘോഷം. നമസ്കാരത്തിന് ശേഷം പള്ളികളിൽ ഇമാമുമാർ പെരുന്നാൾ സന്ദേശം നൽകി. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. പാമ്പാടി ഗ്രാമപഞ്ചായത്ത് ഇനി മാലിന്യമുക്തം. പഞ്ചായത്ത് തല പ്രഖ്യാപനം നടന്നു. പാമ്പാടി ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചു. മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്തിലെ 20 വാർഡുകളിലെയും പ്രഖ്യാപനത്തിന് ശേഷമാണ് പഞ്ചായത്ത് തല പ്രഖ്യാപനം നടന്നത്. പ്രസിഡന്റ് ഡാലി റോയ് ഉദ്ഘാടനം ചെയ്തു. സാബു M. എബ്രഹാം അധ്യക്ഷനായി. ശശികല PS, സന്ധ്യ രാജേഷ്, ഫാദർ കുര്യാക്കോസ് കടവുംഭാഗം എന്നിവർ പ്രസംഗിച്ചു. പഞ്ചായത്തിലെ മികച്ച സ്ഥാപനങ്ങൾക്കുള്ള അവാർഡുകളും വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, പാമ്പാടി. പാലാ കടപ്പാട്ടൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ തിരുവുത്സവത്തിന് കൊടിയേറി. നൂറുകണക്കിന് ഭക്തരാണ് പഞ്ചാക്ഷര മന്ത്രങ്ങൾ ചൊല്ലി കൊടിയേറ്റ് തൊഴുതത്. കടപ്പാട്ടൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊടിയേറി. പഞ്ചാക്ഷരി മന്ത്രമുഖരിതമായ അന്തരീക്ഷത്തിലായിരുന്നു കൊടിയേറ്റ് ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി നീലകണ്ഠൻ നാരായണൻ ഭട്ടതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് സോപാന സംഗീതം, ഗീതാപാരായണം, പ്രസാദമൂട്ട് എന്നിവ നടന്നു. നൂറുകണക്കിന് ഭക്തരാണ് കൊടിയേറ്റ് ചടങ്ങിൽ പങ്കെടുക്കാൻ ക്ഷേത്രത്തിലെത്തിയത്. ന്യൂസ് ബ്യൂറോ, പാലാ. അംഗനവാടി വർക്കർമാരുടെ വാഴൂർ ബ്ലോക്ക് സമ്മേളനം പൊൻകുന്നത്ത് നടന്നു. CPM ഏരിയ കമ്മിറ്റി ഓഫീസിൽ നടന്ന സമ്മേളനം CITU ഏരിയ സെക്രട്ടറി D. ബൈജു ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി D. സേതുലക്ഷ്മി, ജനറൽ വർക്കേഴ്സ് യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി VD രജികുമാർ, IS രാമചന്ദ്രൻ, ബിന്ദു, ഗിരിജ തുടങ്ങിയവർ പങ്കെടുത്തു. രണ്ട് ദിവസത്തെ ദേശീയ പണിമുടക്ക്, CITU അവകാശ ദിനം, സംയുക്ത ട്രേഡ് യൂണിയൻ സമരങ്ങൾ, സംഘടനയുടെ തനതായ എല്ലാ കൺവെൻഷനുകൾ, സമരങ്ങൾ, ബ്ലോക്ക് തലത്തിൽ സംഘടിപ്പിച്ച തനതായ സമരങ്ങളും യോഗങ്ങളും, മെയ് ദിന പരിപാടികൾ തുടങ്ങി പൊതുജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ എല്ലാ സമരങ്ങളിലും യോഗങ്ങളിലും ഏരിയയുടെ പങ്കാളിത്തം ഉണ്ടായിട്ടുണ്ട്. എങ്കിലും മെമ്പർഷിപ്പിനനുസരിച്ച് മുഴുവൻ ആൾക്കാരെയും പങ്കെടുപ്പിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. ഇത് വീഴ്ചയായി തന്നെ കാണുന്നു. ഈ സ്ഥിതി നാം
പനച്ചിക്കാട് സർവീസ് സഹകരണ ബാങ്കിൽ ഇനി സൗരോർജ്ജ വെളിച്ചം 40 കിലോവാട്ട് ശേഷിയുള്ള സോളാർ നിലയമാണ് ബാങ്കിൽ സ്ഥാപിച്ചത്. പനച്ചിക്കാട് ബാങ്കിൽ സൗരോർജ്ജ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്തു. 4 കിലോവാട്ട് ശേഷിയുള്ള സോളാർ നിലയത്തിന്റെ ഉദ്ഘാടനം ബാങ്ക് ഹെഡ് ഓഫീസിൽ നടന്നു. ബാങ്കിന്റെ പരുത്തുംപാറയിലെ ഹെഡ് ഓഫീസിന് മുകളിലാണ് പ്ലാന്റ് സ്ഥാപിച്ചിരിക്കുന്നത്. ബാങ്കിന്റെ നീക്കിയിരിപ്പായ കെട്ടിട നിർമ്മാണ ഫണ്ടിൽ നിന്നും 22 ലക്ഷം രൂപ ചിലവഴിച്ചാണ് പ്ലാന്റ് സ്ഥാപിച്ചിരിക്കുന്നത്. നിർമ്മാണം പൂർത്തിയായതോടെ ബാങ്കിന്റെയും 6 ശാഖകളുടെയും മറ്റ് അനുബന്ധ സ്ഥാപനങ്ങളുടെയും ഊർജ്ജാവശ്യം മുഴുവനും ഇതിൽ നിന്നും നിറവേറ്റാനാവും. മിച്ചം വരുന്ന വൈദ്യുതി KSEBയുടെ ഗ്രിഡിലേക്ക് നൽകുന്നതിലൂടെ ലാഭം കൈവരിക്കാനുമാകും. കഴിഞ്ഞ 2 ആഴ്ചയോളമായി ട്രയൽ എന്ന നിലയിൽ സോളാറിലാണ് ബാങ്കിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ജില്ലയിലെ സഹകരണ സ്ഥാപനങ്ങൾക്കെല്ലാം മാതൃകയായ പദ്ധതിയുടെ പ്രവർത്തനോദ്ഘാടനം KSEB ജനറേഷൻ ചീഫ് എഞ്ചിനീയർ ജെമിലി VC നിർവഹിച്ചു. പരിപാടിയുടെ ഭാഗമായി അംഗത്വ സമാശ്വാസ ധനസഹായ നിധിയുടെ വിതരണം കോട്ടയം സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ KM രാധാകൃഷ്ണൻ നിർവഹിച്ചു. ബാങ്ക് പ്രസിഡന്റ് KJ അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് G ജയകുമാർ, ഡയറക്ടർ ബോർഡ് അംഗം KS സജീവ്, KSEB റിട്ടയർഡ് ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ എബി കുര്യാക്കോസ്, സഹകരണ വകുപ്പ് അസിസ്റ്റന്റ് രജിസ്ട്രാർ ഉണ്ണികൃഷ്ണൻ നായർ KP, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് വിശ്വംഭരൻ നായർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പൊൻകുന്നം NSS കരയോഗ യൂണിയന്റെ NSS വിദ്യാഭ്യാസ ധനസഹായവും യൂണിയൻ സ്കോളർഷിപ്പ് വിതരണവും നടന്നു. പൊൻകുന്നം NSS യൂണിയൻ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി NSS ഡയറക്ടർ ബോർഡ് അംഗം പ്രൊഫസർ മാടവന ബാലകൃഷ്ണപിള്ള ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് MS മോഹൻ അധ്യക്ഷനായി. NSSന്റെ സാമൂഹ്യക്ഷേമ പദ്ധതി, വിദ്യാഭ്യാസ ധനസഹായം, യൂണിയൻ സ്കോളർഷിപ്പുകൾ, എൻഡോമെന്റുകൾ, ബാലസമാജ യൂണിയന്റെ ക്വിസ് മത്സര വിജയികൾക്കുള്ള സമ്മാനങ്ങൾ എന്നിവ വിതരണം ചെയ്തു. ഇതിന്റെ നെഞ്ചത്തൊക്കെ ആക്കി വേണമെങ്കിൽ ചവിട്ടി കയറി നിന്ന് താണ്ഡവനൃത്തം നടത്താം, അത് വേറെ കാര്യം. അപ്പം അവിടെ പ്രത്യേകിച്ച് നായരോട് അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ മന്നത്ത് വരുന്നതിനെ പോലെ മതത്തിനതീതമായി ചിന്തിച്ച ഒരു മാത്രമല്ല താഴേക്കിടയിലുള്ള വിഭാഗങ്ങളെ ഉദ്ധരിക്കുവാൻ വേണ്ടി ശ്രമിച്ച മറ്റൊരാളുമില്ല. കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മയക്കുമരുന്ന് മുക്ത കേരളത്തിനായി സമ്മേളിച്ച് പ്രതിരോധ സദസ്സ് നടത്തി. നഗരസഭാ ചെയർമാൻ തോമസ് പീറ്റർ ഉദ്ഘാടനം ചെയ്തു. കത്തോലിക്ക കോൺഗ്രസ് പാല ലാലം പഴയപള്ളി യൂണിറ്റ് മയക്കുമരുന്ന് മുക്ത കേരളത്തിനായി സമ്മേളിച്ചു. മയക്കുമരുന്ന് മരണമാണ്, മയക്കം വിട്ടുണരാം എന്ന മുദ്രാവാക്യം ഉയർത്തിയായിരുന്നു പ്രതിരോധ സദസ്സ്. പ്രതിരോധ സദസ്സിൽ പള്ളി വികാരി ഫാദർ ജോസഫ് തടത്തിൽ അധ്യക്ഷനായി. പാല നഗരസഭാ ചെയർമാൻ തോമസ് പീറ്റർ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് രാജേഷ് പാറയിൽ മുഖ്യപ്രഭാഷണം നടത്തി. ഫാദർ ജോസഫ് തടത്തിൽ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. സമൂഹ ജീവിതത്തിന് വെല്ലുവിളി ഉയർത്തി തലമുറകളെ സർവനാശത്തിലേക്ക് തള്ളിവിടുന്ന മദ്യം, മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള ലഹരികൾക്കെതിരെ ഞാൻ പോരാടും. മയക്കുമരുന്നിൽ മരുന്നില്ല, മരണമാണ് എന്ന സത്യം ഞാൻ തിരിച്ചറിയുന്നു. കർമ്മസേന രൂപീകരിച്ച ലഹരി വിരുദ്ധ പ്രവർത്തനം ശക്തമാക്കാൻ പ്രതിരോധ സദസ്സിൽ തീരുമാനമെടുത്തു. ന്യൂസ് ബ്യൂറോ, പാല. മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി പുതുപ്പള്ളി എള്ളുകാലായിൽ ബോട്ടിൽ ബൂത്തുകൾ വിതരണം ചെയ്തു. ഇതോടൊപ്പം ശുചീകരണ പ്രവർത്തനങ്ങളും നടന്നു. മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി പുതുപ്പള്ളി എള്ളുകാലായിൽ ബോട്ടിൽ ബൂത്തുകൾ വിതരണം ചെയ്തു. CPM-ഉം DYFI-യും സംയുക്തമായാണ് ബോട്ടിൽ ബൂത്തുകൾ വിതരണം ചെയ്യുകയും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തത്. CPM പുതുപ്പള്ളി ഏരിയ സെക്രട്ടറി സുഭാഷ് വർഗീസ് ഉദ്ഘാടനം നിർവഹിച്ചു. മാതൃകാപരമായ ഈ ബോട്ടിൽ ബൂത്ത് എല്ലാ മേഖലയിലും വെച്ച് ഈ മാലിന്യ നിർമ്മാർജ്ജനത്തിന് തുടക്കം കുറിക്കുകയും ഇന്നിവിടെ മാലിന്യ ശുചീകരണ പ്രവർത്തനവും നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം പാർട്ടിയും CPIM എന്നുള്ള നിലയ്ക്ക് ഗ്രാമപഞ്ചായത്തുകളും ലോക്കൽ കമ്മിറ്റി കേന്ദ്രീകരിച്ച് മഴക്കാല പൂർവ്വ ശുചീകരണം ആരംഭിച്ചിട്ടുണ്ട്. ബ്രാഞ്ച് കമ്മിറ്റികളും അത് ചെയ്യുന്നുണ്ട്. ഇതൊരു സംസ്കാരമായി കേരളത്തിൽ വളർത്തിയെടുക്കാനാണ് സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് എന്നും ശ്രമിച്ചിട്ടുള്ളത്. ഈ പരിപാടിക്കാകെ പിന്തുണ നൽകി ഇന്ന് ഈ വാർഡിൽ ഈ പരിപാടി സംഘടിപ്പിച്ച ഇതിൻ്റെ പ്രവർത്തകരെയും വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ളവരെയും അനുമോദിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഹരിലാലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ജിനു V. കുമാർ, DYFI പുതുപ്പള്ളി ബ്ലോക്ക് കമ്മിറ്റി അംഗം നിതിൻ ചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ശുചിത്വ മാലിന്യ സംസ്കരണത്തിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്നവർക്കുള്ള ഹരിതരത്നം അവാർഡിന് ഹരികുമാർ മറ്റക്കര അർഹനായി. പാലാ ഗവൺമെന്റ് ആശുപത്രി വളപ്പിലെ മാലിന്യ കൂമ്പാരം മാറ്റി പച്ചക്കറിത്തോട്ടം ഒരുക്കി മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെച്ചതിനാണ് അവാർഡ്.
ശുചിത്വ മാലിന്യ സംസ്കരണ രംഗത്ത് മികച്ച പ്രകടനം കാഴ്ചവെച്ചവർക്കുള്ള ഹരിതരത്നം അവാർഡ് പാലാ ഗവൺമെന്റ് ആശുപത്രിയിലെ പാർട്ട് ടൈം സ്വീപ്പർ ഹരികുമാർ മറ്റക്കരയ്ക്ക് ലഭിച്ചു. പാലാ KM മാണി മെമ്മോറിയൽ ഗവൺമെന്റ് ആശുപത്രി വളപ്പ് കാടുകൾ വെട്ടിത്തെളിച്ചും മാലിന്യക്കൂനകൾ നീക്കിയും പൂന്തോട്ടവും ആമ്പൽക്കുളവും പച്ചക്കറിത്തോട്ടവും ഉണ്ടാക്കി മാതൃകാപരമായ പ്രകടനമാണ് ഹരികുമാർ നടത്തിയത്. പാലാ നഗരസഭാ ചെയർമാൻ തോമസ് പീറ്റർ അവാർഡ് സമ്മാനിച്ചു. പാലാ ടൗൺ ഹാളിൽ നടന്ന നഗരസഭാതല ശുചിത്വ പ്രഖ്യാപനത്തിന്റെ ഭാഗമായാണ് വിവിധ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും അവാർഡുകൾ നൽകിയത്. ന്യൂസ് ബ്യൂറോ പാലാ. അറിയിപ്പ്: ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെ സമ്മർ കോച്ചിംഗ് ക്യാമ്പിന്റെ രജിസ്ട്രേഷൻ ആരംഭിച്ചു. ഏപ്രിൽ 7 മുതൽ അത്ലറ്റിക്സ്, കളരിപ്പയറ്റ്, വോളിബോൾ, ബാസ്കറ്റ്ബോൾ, യോഗ, ഷട്ടിൽ ബാഡ്മിന്റൺ, ജൂഡോ, കബഡി, ബോഡി ബിൽഡിംഗ്, ആട്ടിയപ്പാട്ടിയ, ഹോക്കി, റെസ്ലിംഗ്, നീന്തൽ, ബോർഡ് ബാഡ്മിന്റൺ, ബേസ്ബോൾ, ഖോ-ഖോ, ത്രോബോൾ, തായ്ക്കൊണ്ട, സോഫ്റ്റ് ബോൾ, ആം റെസ്ലി, സൈക്ലിംഗ്, കരാട്ടെ, റോളർ സ്കേറ്റിംഗ്, ടേബിൾ ടെന്നീസ് എന്നീ കായിക ഇനങ്ങളിലാണ് ക്യാമ്പ്. ഫോൺ 048125632825. ഏലിക്കുളം പഞ്ചായത്തിൽ ഈ മാസം 31 മുതൽ ഏപ്രിൽ 9 വരെ വിവിധ സേവനങ്ങൾക്കുള്ള അപേക്ഷകൾ നൽകാൻ സാധിക്കില്ലെന്ന് സെക്രട്ടറി അറിയിച്ചു. പുതിയ സോഫ്റ്റ്വെയർ വിന്യാസം നടക്കുന്നതിനാലാണിത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോട്ടയം പനച്ചിക്കാട്ട് പിക്കപ്പ് വാൻ ഡ്രൈവറെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസ്. പിക്കപ്പ് വാൻ ഉടമയും ഭാര്യയും മകനും അറസ്റ്റിൽ. ക്രൂരമർദ്ദനത്തിന് കാരണം സാമ്പത്തിക തർക്കം. റമദാൻ വ്രതത്തിന് സമാപനം. ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. പള്ളികളിലും ഈദ്ഗാഹുകളിലും നമസ്കാരത്തിൽ പങ്കെടുത്ത് വിശ്വാസികൾ. പാമ്പാടി പഞ്ചായത്ത് ഇനി മാലിന്യമുക്തം. പഞ്ചായത്ത് തല പ്രഖ്യാപനം നടന്നു. കടപ്പാട്ടൂരിന് ഉത്സവ ദിനങ്ങൾ. കടപ്പാട്ടൂർ മഹാദേവ ക്ഷേത്രത്തിൽ തിരുവുത്സവത്തിന് കൊടിയേറി. കൊടിയേറ്റ് തൊഴുത് ആയിരങ്ങൾ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.